നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ICC T20 വേൾഡ് കപ്പിൽ നാളെയാണ് ഫൈനൽ മത്സരത്തിൽ ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. ഇതുവരെയുള്ള ന്യൂസിലാൻഡിൻ്റെ കുതിപ്പിലെ ഏറെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചയാളാണ് രചിൻ രവീന്ദ്ര. യെസ്, ബാറ്റ് കൊണ്ടല്ല, ബോൾ കൊണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് 2023 വേൾഡ് കപ്പിൽ വളരെ അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹം മിന്നും പ്രകടനം നടത്തിയത്. ഒരു റിസർവ് പ്ലെയർ എന്ന രൂപത്തിൽ സ്ക്വാഡിലേക്ക് വന്നയാൾ, സ്പെയർ പ്ലെയർ എന്ന രൂപത്തിൽ വന്നയാൾ, അയാൾ പ്ലേയിങ് ലെവലിലെത്തുകയും മിന്നും പ്രകടനം നടത്തുകയും കെയ്ൻ വില്യംസിൻ്റെ ന്യൂസിലാൻഡ് റെക്കോർഡ്, ഒരു വേൾഡ് കപ്പിൽ ഏറ്റവും അധികം റണ്ണടിച്ച താരം എന്ന റെക്കോർഡിനൊപ്പം എത്തുകയും ചെയ്ത അതേ രചിൻ രവീന്ദ്ര ഇപ്പോൾ 3 വർഷങ്ങൾക്കിപ്പുറം ഇന്ത്യയിൽ നടക്കുന്ന മറ്റൊരു വേൾഡ് കപ്പ്, ഇത് T20 വേൾഡ് കപ്പാണ്. ഇവിടെ ബോൾ കൊണ്ടാണ് അത്ഭുതങ്ങൾ കാണിച്ചത്. ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടുള്ള അവരുടെ കളികളിൽ നിന്നും 11 വിക്കറ്റുകൾ എടുത്ത് ഒരു ICC T20 വേൾഡ് കപ്പിൽ ന്യൂസിലാൻഡിന് വേണ്ടി ഏറ്റവും അധികം വിക്കറ്റുകൾ എടുത്ത സ്പിൻ ബൗളർ എന്ന റെക്കോർഡ് സാക്ഷാൽ ഡാനിയൽ വെട്ടോറിക്കൊപ്പം പങ്കുവെക്കുന്ന രൂപത്തിലേക്ക് അദ്ദേഹം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്തൊരു മാറ്റമാണ് സംഭവിച്ചത് നോക്കണം. ബാറ്റ് കൊണ്ടല്ല ഇവിടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു മികവ് നമ്മൾ കണ്ടത്. ട്രെൻറ്റ് ബോൾട്ടിൻ്റെ റെക്കോർഡ്, ട്രെൻറ്റ് ബോൾട്ടിനാണ് ഏറ്റവും അധികം T20 വേൾഡ് കപ്പിൽ വിക്കറ്റ് എടുത്ത താരമെന്ന റെക്കോർഡ് ന്യൂസിലാൻഡിൻ്റെ നിരയിലുള്ളത്. അപ്പോൾ ആ റെക്കോർഡ് മറികടക്കാൻ ഇനി 3 വിക്കറ്റുകൾ മതി എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. അപ്പം അങ്ങനെ മികച്ച പ്രകടനം നടത്തി വിക്കറ്റുകൾ പിഴുതെറിഞ്ഞ് മുന്നോട്ട് വന്ന രചിൻ രവീന്ദ്ര, ഇന്ത്യക്കെതിരെ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രകടനം നാളെ ഫൈനലിൽ? അവരുടെ വജ്രായുധമായിരുന്നു ഇതുവരെ ബോൾ കൊണ്ട്. പക്ഷേ ഇന്ത്യക്കെതിരെ വലിയ ചലഞ്ചായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. കാരണം ഇന്ത്യൻ ബാറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ലെഫ്റ്റ് ഹാൻഡ് ഹെവി ആണ്. അപ്പോൾ രചിൻ രവീന്ദ്രയുടെ ലെഫ്റ്റ് ആം ഫിംഗർ സ്പിന്ന് ശരിക്കും ചാലഞ്ച് ചെയ്യപ്പെടും. ഇപ്പോൾ റൈറ്റ് ഹാൻഡഡ് ബാറ്റേഴ്സിനെതിരെയാണ് അദ്ദേഹത്തിൻ്റെ മികച്ച പ്രകടനം ഈ വേൾഡ് കപ്പിൽ വന്നിട്ടുള്ളത്. 8 വിക്കറ്റുകളാണ് 6 ഇന്നിങ്സുകളിൽ നിന്ന് ഇക്കണോമി 6.32 പന്തെറിഞ്ഞ് അദ്ദേഹം റൈറ്റ് ഹാൻഡ് ബാറ്റർമാർക്കെതിരെ എടുത്തിട്ടുള്ളത്. എന്നാൽ ലെഫ്റ്റ് ഹാൻഡർമാർക്കെതിരെ മോശമെന്ന് പറയാനില്ല, പക്ഷെ അത്രയും മികവില്ല. 4 വിക്കറ്റുകളാണ് അദ്ദേഹം 3 വിക്കറ്റുകളാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. ഇക്കണോമി 8.44. ആ വ്യത്യാസം നിങ്ങൾ നോക്കണം. അപ്പോൾ ഇന്ത്യൻ ലെഫ്റ്റ് ഹാൻഡർമാർ അഭിഷേക് ശർമ്മയും അതുപോലെ തന്നെ ഇഷാൻ കിഷനും ഒക്കെ ടോപ്പ് ഓർഡർ തന്നെയുണ്ട്. പിന്നാലെ വരുന്നവരിലും ലെഫ്റ്റ് ഹാൻഡർമാരുണ്ട്. ലെഫ്റ്റ് ഹാൻഡർ ഹെവിയാണ് ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പ് എന്നറിയാമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതേ മികവ് ഇവിടെ കാണിക്കാനുള്ള ആ ഒരു സാധ്യത കുറവാണെന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തുന്നത്. കൂടാതെ ഇനി അദ്ദേഹത്തിൻ്റെ ഒരു ബൗളിംഗ് സ്റ്റൈൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മിസ്റ്ററി ഒന്നുമില്ല. ഒരുപാട് മിസ്റ്ററി അല്ല അദ്ദേഹത്തിൻ്റെ ഒരു മികവ് എന്ന് പറഞ്ഞാൽ വേരിയേഷൻസ് ഇൻ പേസ് ആൻഡ് ലെങ്ത്. പേസിലും ലെങ്ത്തിലും വേരിയേഷൻസ് വരുത്തി ബാറ്റർമാരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതാണ്. കൊളംബോയിൽ സ്പിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ രവീന്ദ്ര നല്ല രൂപത്തിൽ പന്തെറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ കുറച്ചുകൂടി ഫ്ലാറ്റായിട്ടുള്ള വിക്കറ്റിൽ അത് എത്രത്തോളം ഫലപ്രദമാകും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി വരാനുള്ളത്, അദ്ദേഹം എങ്ങനെ ഈ കളിയെ കാണുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ രചിൻ രവീന്ദ്ര പറയുന്നത്, ഫസ്റ്റ്ലി ഞാനൊരു ബാറ്ററാണ്, പക്ഷേ ബോൾ കൊണ്ട് ടീമിനെ സഹായിക്കാൻ പറ്റുന്ന പോലെ ഞാൻ ചെയ്യും. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അണ്ടർ 19 കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ബൗളിംഗ് വെച്ചുകൊണ്ട് വലിയ രൂപത്തിൽ ന്യൂസിലാൻഡിൽ ഒരു സ്ഥാനം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇപ്പോഴും അണ്ടർ 19 ക്രിക്കറ്റിൽ അവർക്ക് വേണ്ടി ഏറ്റവും അധികം വിക്കറ്റ് എടുത്ത താരങ്ങളുടെ ലിസ്റ്റിൽ അദ്ദേഹം ഉണ്ട് എന്ന കാര്യം കൂടി നോക്കണം. സോ ഇന്ത്യക്കെതിരെ ഈ ഒരു ആയുധം വർക്ക് ചെയ്യുമോ എന്നുള്ളതാണ് ന്യൂസിലാൻഡ് നേരിടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന്. ശ്രീലങ്കയിൽ കളിച്ച അവരുടെ മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇന്ത്യയിൽ വന്നിട്ട് ഈ പിച്ചിൽ ഇന്ത്യൻ ലെഫ്റ്റ് ഹാൻഡർമാർക്കെതിരെ അദ്ദേഹത്തിന് അതേ മികവ് തുടരാൻ കഴിയില്ല എന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അത് ന്യൂസിലാൻഡിന് തിരിച്ചടിയാവാനുള്ള നല്ല സാധ്യതയുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.